യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് 5 തെളിവുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കോടതിയിൽ വേണമെങ്കിലും തെളിയിക്കാവുന്ന, ഏത് ആർഗ്യുമെന്റിനും വിജയിക്കാവുന്ന യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള തെളിവുകൾ 5 എണ്ണമാണ്. ഒന്നാമത്തെ തെളിവ് ശൂന്യമായ കല്ലറയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ശൂന്യമായ കല്ലറ. യേശുവിനെ കുരിശിൽ മരിച്ചതിന് ശേഷം 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവിടെ കാവൽ ഏർപ്പെടുത്തിയിരുന്നു, പട്ടാളത്തിന്റെ കാവൽ. എന്നിട്ടും 3-ാം ദിവസം യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ ശൂന്യമായ അവസ്ഥയിൽ കാണപ്പെടുകയാണ്. അവിടെ മൃതശരീരം കാണുന്നില്ല. ഇതാണ് ഒന്നാമത്തെ തെളിവ്. ഇന്നും യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ്, അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ചോദ്യം കടന്നു വരാം, ഒരു പക്ഷേ വന്യമൃഗങ്ങൾ കടിച്ചു കീറി കൊണ്ടുപോയതായാലോ എന്നൊക്കെ, അല്ലെങ്കിൽ ശിഷ്യന്മാർ തട്ടിയെടുത്ത് കൊണ്ടുപോയതാണെങ്കിലോ. യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാർ പറഞ്ഞു വരുത്തിയത് ഇപ്രകാരമാണ്: ശിഷ്യന്മാർ അവിടുത്തെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. അവിടെ ഒരു പട്ടാളം കാവൽ നിന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് വിരോധാഭാസമല്ലേ? ഇനി രണ്ടാമത്തെ തെളിവിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ തെളിവ്, അതിന്റെ ആദ്യത്തെ ദൃക്സാക്ഷികൾ എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വ്യാജമായി കെട്ടിച്ചമച്ച കഥയാണ് എങ്കിൽ യഹൂദന്മാരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പുരുഷന്മാരാണിത് കണ്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. കാരണം സ്ത്രീകളുടെ സാക്ഷ്യത്തിനെ യഹൂദർ വിലമതിക്കുന്നില്ല. സ്ത്രീകളാണ് യേശുവിന്റെ ഉയർപ്പിന് സാക്ഷി, ആദ്യത്തെ സാക്ഷി എന്ന് എഴുതിയാൽ പറഞ്ഞാൽ യഹൂദന്മാർ ആരും തന്നെ അത് വിശ്വസിക്കുകയില്ല. കാരണം സ്ത്രീകളുടെ സാക്ഷ്യം അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ അതിന്റെ പ്രസക്തി എന്താ? ഇന്ന് പുരോഗമന സമൂഹത്തിൽ നാം ജീവിച്ചിരിക്കുന്നത്. ഇന്ന് ഏത് കോടതിയിലും എടുക്കുന്ന സാക്ഷ്യമാണ് സ്ത്രീകളുടെ സാക്ഷ്യം. അപ്പോൾ ഇതൊരു യഥാർത്ഥ ചരിത്ര വസ്തുത ആയതുകൊണ്ട്, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അതുപോലെ എഴുതിയതായതുകൊണ്ട്, സ്ത്രീകളാണ് ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ള സാക്ഷ്യത്തെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷകൻ ഇത് അവതരിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് സാക്ഷ്യം നൽകുന്നത് സ്ത്രീകളാണെന്ന്. യഹൂദന്മാർ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, പക്ഷെ ഇതാണ് സത്യം, ഇതാണ് ആദ്യമായിട്ട് ഉണ്ടായ കാര്യം. അതുകൊണ്ട് സ്ത്രീകളുടെ സാക്ഷ്യത്തെ സുവിശേഷകന്മാർ വിലമതിക്കുന്നു. അവർ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ഇപ്രകാരമുള്ളൊരു രചന അതിൽ വരില്ലായിരുന്നു. അതാണ് രണ്ടാമത്തെ തെളിവ്. മഗ്ദലന മറിയത്തെ സഭ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വിളിക്കുന്നത്? യേശുക്രിസ്തു മഗ്ദലന മറിയത്തെ വിളിച്ച് പറയുക, നീ എൻ്റെ സഹോദരന്മാർ ചെന്ന് പറയുക ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. അതായത് യേശു ഉയർത്തെഴുന്നേറ്റ രഹസ്യം, ആ സത്യം മഗ്ദലന മറിയമാണ് യേശുവിന്റെ ശിഷ്യന്മാരെ അറിയിക്കുന്നത്. ആ രഹസ്യം അറിയിക്കുവാൻ അയച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ അപ്പസ്തോല എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇന്ന് പലപ്പോഴും ഞാൻ കണ്ടു അപ്പസ്തോലന്മാർ അപ്പസ്തോലയാണ് മഗ്ദലന മറിയം എന്നുള്ളത് കൊണ്ട് അപ്പസ്തോലന്മാരെക്കാളും മുകളിലെ സ്ഥാനം മഗ്ദലന മറിയത്തിന് കൊടുക്കണമെന്നൊക്കെ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രബോധനങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യത്തിലെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായത് മഗ്ദലന മറിയം എന്ന അർത്ഥത്തിലല്ല, അല്ലാതെ അപ്പസ്തോലൻ മീതെയുള്ള അപ്പസ്തോലൻ എന്ന അർത്ഥത്തിലല്ല. മൂന്നാമത്തെ തെളിവെന്ന് പറയുന്നത് യേശു ഉയർത്തുന്നതിന്റെ മൂന്നാമത്തെ തെളിവ്, യേശു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം 500ഓളം പേർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ട് അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യം 500 പേരാണുള്ളത്. 1-2 പേർക്ക് കണ്ട ഒരു മായക്കാഴ്ചയല്ല യേശുവിന്റെ ഉയർപ്പ്. 500 പേരോളം യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികളാണ്. കാരണം 40 ദിവസക്കാലം യേശു ഉയർപ്പിന് ശേഷം ഭൂമിയിൽ ജീവിച്ചു. 500 പേർ അവരെ കണ്ടു, തൊട്ടു, സംസാരിച്ചു, അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഇതാണ് മൂന്നാമത്തെ തെളിവ്. നാലാമത്തെ തെളിവ് എന്ന് പറയുന്നത് ശിഷ്യന്മാർ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഒരു വ്യക്തി നുണ പറയുന്നത് എന്തിനാണ്? ഒരു വ്യക്തി നുണ പറയുന്നത്
മരിക്കാൻ വേണ്ടിയിട്ടല്ല, പിടിക്കപ്പെടാതിരിക്കുവാൻ, ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ആരെങ്കിലും മരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ വേണ്ടിയോ നുണ പറയുമോ? ഒരിക്കലും പറയുകയില്ല. ഇത് ദൃക്സാക്ഷികളുടെ കാര്യമാണ് പറയുന്നത്, ദൃക്സാക്ഷികളുടെ കാര്യം. ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെ പ്രതി നമ്മൾ മരിക്കാൻ തയ്യാറായേക്കാം. പക്ഷെ ദൃക്സാക്ഷി, അതായത് കാണുന്ന കാര്യം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ തയ്യാറാവുക എന്നതാണ് സത്യം. കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരും മരിക്കാൻ തയ്യാറാവില്ല. അതാണ് നാലാമത്തെ തെളിവ്. യേശുവിന്റെ ശിഷ്യന്മാർ മരിക്കേണ്ടി വന്നാലും അവർ യേശു ഉയർത്തെഴുന്നേറ്റുന്ന സത്യം പ്രഘോഷിക്കുക ചെയ്തത്. സൽകൃതി സംഘം പത്രോസിനെയും യോഹന്നാനെയും ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങനെ നിങ്ങൾ പറയരുത്, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയരുത് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് വിട്ടപ്പോൾ അവർ കൂടുതൽ സന്തോഷിക്കുകയും യേശു ക്രിസ്തുവിന് വേണ്ടി പീഡനം അനുഭവിക്കുന്ന സന്തോഷിക്കുകയും ചെയ്തു എന്നാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം അവർ കണ്ട കാഴ്ച സത്യമായിരുന്നു. കള്ളമായിരുന്നെങ്കിൽ ഈ അടി കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ഇല്ല, ഞങ്ങൾ വെറുതെ കള്ളം പറഞ്ഞതാണ് എന്ന് പറയുമായിരുന്നു. പക്ഷെ അവർ കണ്ട സാക്ഷ്യത്തിനായതുകൊണ്ടാണ്, സത്യമാണെന്നുള്ളത് കൊണ്ടാണ് അവർ അതിനു വേണ്ടി പീഡകൾ അനുഭവിക്കാൻ തയ്യാറായത്. ഇതാണ് നാലാമത്തെ തെളിവ്. അഞ്ചാമത്തെ തെളിവ് എന്ന് പറയുന്നത് മരണമൊഴിയാണ്. ഏത് കോടതിയും സ്വീകരിക്കുന്ന മൊഴിയാണ് മരണമൊഴി. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അപ്പോസ്തലന്മാർ വിശ്വസിക്കുകയും മരിക്കേണ്ടി വരുമ്പോൾ പോലും അവർ ആ മരണമൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവരുടെ മരണമൊഴി എടുത്തു കഴിഞ്ഞാൽ യേശുവിന്റെ ഉയർപ്പിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. ഏത് കോടതിയും സ്വീകരിക്കുന്നതാണ് ഈ മരണമൊഴി. ഇതാണ് 5 തെളിവുകൾ. അതുകൊണ്ടാണ് ഒരു നിരീശ്വരവാദിക്കും ചരിത്രത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സാധിക്കാത്തത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനശില. ഇപ്പൊ ബുദ്ധമതത്തിന്റെ അടിസ്ഥാനശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനെ ഒരു മരത്തിന്റെ ചൂട് കഴിക്കുമ്പോഴുണ്ടായ ബോധോദയമാണ്. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനശില എന്ന് പറയുന്നത് ഹിറ ഗുഹയിൽ കിട്ടിയ ദർശനമാണ്. അതുപോലെ ഓരോ മതത്തിനും ഓരോ അടിസ്ഥാനപരമായ ശരിയായ ഒരു സംഭവം ഉണ്ടായിരിക്കും, ബോധോദയമോ അങ്ങനെ മറ്റ് വെളിപാടെന്തെങ്കിലും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ 5 തെളിവുകൾ ഏതൊരു യുക്തിവാദിക്കും തകർക്കാൻ കഴിയാത്ത 5 തെളിവുകൾ, ആരുടെ മുമ്പിലും പ്രസന്റ് ചെയ്താൽ പിടിച്ചു നിൽക്കാവുന്ന 5 തെളിവുകൾ, യേശു ദൈവമാണെന്നുള്ള 5 തെളിവുകളാണ് ഈ പറഞ്ഞത്. നിങ്ങളോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ടൂറിലെ തിരുക്കച്ച, ടൂറിലെ തിരുക്കച്ചയിലെ അതിനൊരു പ്രത്യേകതയുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം കൊണ്ടാണ് ലിനൻ തുണിയിലെ യേശുവിന്റെ ശരീരത്തിന്റെ നെഗറ്റീവ് പ്രിന്റ് കടന്നു വന്നത്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവ് പ്രിന്റാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ നെഗറ്റീവ് പ്രിന്റ് എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫിയിലൂടെ നെഗറ്റീവ് പ്രിന്റ് എടുക്കുന്നത് പോലെയാണ് ടൂറിലെ തിരുക്കച്ചയിലെ യേശുവിന്റെ ശരീരത്തിന് അടയാളം കടന്നു വന്നിരിക്കുന്നത്. അതായത് യേശുവിന്റെ ശരീരത്തിന്റെ ഉയർപ്പിന് സമയത്തുണ്ടായ ശരീരത്തിന്റെ പ്രകാശമാണ് യേശുവിന്റെ ശരീരത്തിലെ ആ ഒരു പ്രിന്റ് ആ ലിനൻ തുണിയിൽ തെളിയിച്ചത്. അപ്പോൾ പലരും പറയും ടൂറിലെ തിരുക്കച്ച കാർബൺ ഡേറ്റിംഗിൽ പരാജയപ്പെട്ടല്ലോ എന്ന്. ടൂറിലെ തിരുക്കച്ച കാർബൺ ഡേറ്റിംഗിന്റെ കാലഘട്ടങ്ങളിൽ പരീക്ഷിച്ചു നോക്കിയപ്പോൾ പരാജയപ്പെടുന്ന വസ്തുതയാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ പുതിയ ഗവേഷണങ്ങളിലൂടെ കാർബൺ ഡേറ്റിംഗിന്റെ പ്രശ്നമായിരുന്നു, അതിന്റെ ആ കാലഘട്ടങ്ങളിലുള്ള അറിവ് കുറവായിരുന്നു ഇതിന് കാരണമെന്ന് മനസ്സിലാക്കുകയും തീപിടുത്തത്തിന്റെ ഇടയിലൂടെ രക്ഷപ്പെട്ടതാണ് ടൂറിലെ തിരുക്കച്ച എന്നതുകൊണ്ട് അതിന്റെ അംശം ഉണ്ടാകാമെന്നുള്ളതുകൊണ്ടും ആധുനിക ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ തെളിഞ്ഞൊരു വസ്തുതയാണ് ടൂറിലെ തിരുക്കച്ച സത്യമാണെന്നുള്ള വസ്തുത. കാരണം അതിന് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തെളിവ് ഇതാണ്. ടൂറിലെ തിരുക്കച്ചയിൽ തെളിഞ്ഞ യേശുവിന്റെ രൂപം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രിന്റാണ്. ഒരു ചിത്രവരക്കാരനും നെഗറ്റീവ് പ്രിന്റ് വരയ്ക്കുകയില്ല. കാരണം നെഗറ്റീവ് പ്രിന്റ് എന്ന കൺസെപ്റ്റ് വരുന്നത് ഫോട്ടോഗ്രാഫിക്ക് ശേഷമാണ്, ഫോട്ടോഗ്രാഫി കണ്ടുപിടുത്തതിന് ശേഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. ആ സത്യത്തെ തെളിയിക്കുന്നതിന് വേണ്ടി 5 തെളിവുകൾ, ആർക്കും ഖണ്ഡിക്കാൻ കഴിയാത്ത 5 തെളിവുകൾ മുന്നോട്ട് വെച്ചത്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമാണ്. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളിന്റെ ആശംസകൾ നേരുന്നു.